പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. വചനമൊഴിയിലേക്ക് സ്വാഗതം. ഈ പ്രഭാതത്തിൽ വചനമൊഴി ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രതിസന്ധിയിൽ നമുക്ക് ധൈര്യം പകരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ന്യായാധിപന്മാർ 6:36 മുതൽ 40 വരെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇസ്രയേൽ മക്കൾ മിദ്യാന്യർ നിമിത്തം വളരെ കഷ്ടങ്ങൾ അനുഭവിക്കുകയും അവർ ചെയ്യുന്ന വിളവുകളുടെ ഫലം അവർക്ക് അനുഭവിക്കുവാൻ കഴിയാതെ ദൈവത്തോട് വളരെ നിലവിളിക്കുകയും ചെയ്യുന്ന അനുഭവമായിരുന്നു. എന്നാൽ പരാക്രമശാലിയായ ഗിദെയോൻ ഇവിടെ രംഗപ്രവേശനം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഗിദെയോൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തൻ്റെ അധ്വാന ഫലം ശത്രു കൊണ്ടുപോകാതെ ശേഖരിച്ചെടുക്കുക എന്നത് മാത്രമായിരുന്നു. എന്നാൽ ദൈവം അവനെ ഇസ്രയേലിന് മുഴുവനും രക്ഷകനായി എഴുന്നേൽപ്പിക്കുവാനിടയായി. ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി സ്വയം സമർപ്പിതനായ ഗിദെയോൻ അന്യ ആരാധനയെ തുടച്ചു നീക്കുകയും ദൈവിക ആലോചന പ്രകാരം ജനത്തെ സംഘടിപ്പിച്ച് മിദ്യാന്യരോട് യുദ്ധത്തിന് തയ്യാറെടുക്കുകയും ചെയ്തു. യുദ്ധസമയമായപ്പോൾ ഗിദെയോന് ഭയങ്കരമായ ഒരു പരിഭ്രമം നേരിട്ടതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. കാരണം താൻ വിജയിക്കുമോ അതോ പരാജയപ്പെടുമോ? എന്നാൽ തൻ്റെ ഉറപ്പിനായി താൻ ദൈവത്തോട് അടയാളം ചോദിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. താൻ പറയുന്നു, രോമമുള്ള ആട്ടിൻ തോൽ കളത്തിൽ നിവർത്തിയിടുകയും രാത്രിയിൽ മഞ്ഞു പെയ്ത് തോൽ മാത്രം നനയുകയും നിലം ഉണങ്ങിക്കാണുകയും വേണം എന്നായിരുന്നു താൻ പറഞ്ഞ ആദ്യത്തെ വ്യവസ്ഥ. ദൈവം അതിൻ പ്രകാരം പ്രവർത്തിച്ചതിനാൽ പിറ്റേന്ന് രാവിലെ മഞ്ഞുവെള്ളം ഒരു കിണ്ടിയാണ് പിഴിഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഗിദെയോന് ഈ ഒരു അടയാളം തനിക്ക് വ്യക്തമായൊരു ധൈര്യവും ഉറപ്പും തൻ്റെ ജീവിതത്തിൽ വരുവാൻ ഇടയായില്ല. താൻ പിന്നെയും ഒരു പരീക്ഷണം കൂടെ നടത്തുന്നത് അനുഭവമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. തോൽ കൊണ്ട് വീണ്ടും താനൊരു പരീക്ഷണം കൂടി നടത്തി. ഇത്തവണ താൻ പറഞ്ഞത് തോൽ മാത്രം ഉണങ്ങിയിരിക്കുകയും നിലമെല്ലാം മഞ്ഞുകൊണ്ട് നനഞ്ഞിരിക്കുകയും വേണം എന്നതായിരുന്നു തൻ്റെ വ്യവസ്ഥ. ദൈവം അങ്ങനെ തന്നെ പ്രവർത്തിച്ചു കാണിച്ചപ്പോൾ ഗിദെയോൻ യുദ്ധത്തിന് തയ്യാറായി. നാമും പലപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ പലതും ദൈവത്തോട് ചോദിക്കുമ്പോൾ അപ്രകാരമെല്ലാം ദൈവം നടത്തിത്തരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിജീവിതങ്ങളിലെ നാം. എന്നാൽ ദൈവത്തിൻ്റെ ഹിതത്തിന് മാത്രം നാം നമ്മെ വിധേയപ്പെടുത്തി ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ദൈവിക വിജയം നമുക്കും കൈവരിക്കുവാൻ ഇടയാകും. ദൈവത്തിന് ഉപയോഗിക്കുവാനുള്ളവരെ അവർ എന്ത് ചോദിച്ചാലും കർത്താവ് നടപ്പാക്കി കൊടുത്ത് തൃപ്തരാക്കി എന്നതാണ് ദൈവിക പദ്ധതി. എന്നാൽ നാം എന്ത് ചോദിച്ചാലും ദൈവം നൽകും എന്നുള്ളത് എന്തും യാചിക്കുവാനുള്ള ഒരു ലൈസൻസായി നാം കാണരുത്. പലപ്പോഴും ദൈവം നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുവാൻ മാത്രം നിയോഗിക്കപ്പെട്ട ഒരു ആളാണ് എന്നുള്ള ചില സങ്കുചിത മനോഭാവം നമ്മെ ഭരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ജീവിതത്തിൽ ശരിയായ ഒരു കാര്യമല്ല. വിശ്വാസം വളർത്തുവാനും ദൈവിക പദ്ധതിക്കായി നമ്മെ ഉപയോഗിക്കുവാനും അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും ദൈവം പ്രവർത്തിക്കുമ്പോൾ നാം ദൈവകരങ്ങളിൽ വിധേയപ്പെടുക മാത്രമാണ് വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അധ്വാന ഫലങ്ങൾ ശത്രു പിടിച്ചെടുക്കാതെയും കഷ്ടപ്പെട്ടതിൻ്റെ ഫലം അനുഭവിക്കുവാൻ അനുവദിക്കാതെ കവർന്നെടുക്കുകയും ചെയ്യുമ്പോൾ പരാക്രമശാലികളായി ശത്രുവിൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കാതെ ഫലം കൊയ്തെടുക്കണം. പ്രൈസ് ദി ലോർഡ്. സഹായത്തിനായി ആരും വന്നില്ലെങ്കിലോ ഭീതിയുടെ നിഴൽ
പ്രവർത്തിക്കേണ്ട സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പോലും നാം ഭയപ്പെട്ട് പിന്മാറുവാൻ ഇടയാകരുത്. കാരണം ശത്രുവിനെ ജയിക്കുവാൻ ദൈവം നമ്മിൽ പകരുന്ന അടയാളങ്ങളുടെ പിൻബലത്തിൽ നാം ധീരമായി മുന്നേറുവാൻ ഇടയാകണം. ഏത് പ്രതിസന്ധിയുമായിക്കൊള്ളട്ടെ, അതിന്മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി, നാം ദൈവസന്നിധിയിൽ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഈ ദിവസങ്ങളിൽ പ്രതികൂലങ്ങളിൽ അടയാളം നൽകുന്ന ദൈവത്തിൻ്റെ ആ പ്രവൃത്തിക്കായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഏത് പ്രതിസന്ധിയിലും നമ്മെ ധൈര്യം തന്ന് ദൈവിക അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി കർത്താവ് നമ്മെ മാനിക്കും. അതിനായി ഒരുങ്ങാം. ദൈവം അനുഗ്രഹിക്കട്ടെ. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമി ഭൂവിൽ വാസം. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കും നാൾ. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കും നാൾ. ഈ ലോകരാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസമോദിയാലും, ഈ ലോകരാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസം ഓദിയാലും, എൻ പ്രാണനാഥൻ പോയതായ പാദമതി. എൻ പ്രാണനാഥൻ പോയതായ പാദമതി. ഹല്ലേലൂയ, സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയപിതാവേ, ഞങ്ങൾക്ക് തന്ന ഈ നല്ല മനോഹരമായ പ്രഭാത സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെ ജയിക്കുവാൻ, ശത്രുവിനെ ജയിക്കുവാനുള്ള ഹല്ലേലൂയ ധീരമായ ധൈര്യം ഞങ്ങളുടെ ജീവിതത്തിൽ പകർന്ന് ആത്മാവിൻ്റെ ശക്തിയിൽ കർത്താവെ ഞങ്ങൾ ഓരോ നിമിഷമായി തീരുമാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ ആക്കണമേ. ദൈവമേ, ശത്രു ആരെയും ദൃഷ്ടി വെപ്പാൻ അനുവദിക്കാതെ വണ്ണം രക്തക്കോട്ടയ്ക്കുള്ളിൽ മറയ്ക്കണമേ. ഇന്ന് പകൽ സമയം ആരെങ്കിലും ഭാരത്തോടോ കഷ്ടത്തോടോ വേദനയോടോ ആയിരിക്കുന്നുവെങ്കിൽ അത്ഭുതകരമായ ദൈവപ്രവൃത്തി തൻ്റെ ജനത്തിനു വേണ്ടി വെളിപ്പെടുത്തി അങ്ങ് മാനിക്കണമേ, അനുഗ്രഹിക്കണമേ, തിരുനാമ മഹത്വത്തിനാക്കി തീർക്കണമേ. അത്ഭുതം ചെയ്യും. പ്രാർത്ഥന കേട്ട ദൈവസ്നേഹത്തിനായ സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ.